ഏറ്റവും ആദരണീയനായ ഈ ഐക്യദാർഢ്യ സദസ്സിൻ്റെ ഉദ്ഘാടനം കേരള ഹജ്ജ് കമ്മിറ്റിയുടെ മെമ്പർ പി മുഹമ്മദ് സക്കീർ സാഹിബ്, അഭിനന്ദരായ മുഖ്യപ്രഭാഷണം നടത്തുന്ന മുഹമ്മദ് നദീർ മൗലവി, വേദിയിൽ ഉപവിഷ്ടനായിട്ടുള്ള മസ്ജിദുൽ അമാൻ്റെ ചീഫ് ഇമാം മസ്ജിദുൽ ഹുദ ഇമാം, ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള സംഘടനാ പ്രതിനിധികളെ, ഏറ്റവും നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇവിടെ ഇങ്ങനെ ഒരു ഐക്യദാർഢ്യ സംഗമം മസ്ജിദുൽ അമാൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തുന്നതിനുള്ള കാരണം നമ്മുടെ വഹി സൂചിപ്പിച്ചു. വേദനിക്കുന്ന, പ്രയാസമനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, കൂട്ടക്കുരുതിക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന പിഞ്ചു പൈതങ്ങളോട് മനസ്സുകൊണ്ട്, അവരോട് കടപ്പെട്ടുകൊണ്ട്, വേദനിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി ഓർമ്മയിൽ നിന്നുകൊണ്ടുള്ള കുറച്ച് സമയമെങ്കിലും ഇരിക്കണമെന്നുള്ള ചിന്തയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിലേക്ക് നയിച്ചത്. നമുക്കറിയാം, 1948 രൂപീകൃതമായ ഒരു രാജ്യം, ഒരു ചെറിയ രാജ്യം ഇസ്രായേൽ. 1948 മുമ്പുള്ള ഫലസ്തീൻ്റെ ആ ഒരു ഭൂപടം എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ വിസ്തൃതിയുള്ള ഒരു ഫലസ്തീൻ എന്ന ഒരു രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ 2025 അതിൻ്റെ ഭൂപടം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു പൊട്ടുപോലെയുള്ള ഒരു ചെറിയ രാജ്യമായി ഫലസ്തീന് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ഈ ഫലസ്തീൻ ചെറുതായി മാറിയത്? 1948 രാജ്യമുണ്ടായ അന്നു മുതൽ അമേരിക്ക എന്ന ഏറ്റവും വലിയ വർഗീയ രാജ്യം, വർഗീയ കക്ഷി ഇസ്രായേലിന് വേണ്ട എല്ലാ ആയുധ സഹായങ്ങളും, എല്ലാ സാമ്പത്തിക സഹായവും നൽകി ഒരു രാജ്യത്തെ ഉന്മൂലനം ചെയ്യാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തെ അല്ല അവർ ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു യുദ്ധമായി നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ കഴിയില്ല. തീർച്ചയായും ഫലസ്തീനോട് ഇസ്രായേൽ നടത്തുന്നത് അധിനിവേശമാണ്, വിശുദ്ധ ഖുർആനോടുള്ള പോരാട്ടമാണ്, ഹദീസുകളോടുള്ള പോരാട്ടമാണ്. ഹദീസിൻ്റെ ആ ഒരു പര്യാവർത്തനം ഈ ലോകത്തുണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള കരുതിക്കൂട്ടിയുള്ള ഒരു പോരാട്ടത്തിനാണ് ഇസ്രായേൽ രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 1948 തുടങ്ങി 56-ലും 66-ലും 73-ലും 21-ലും 22-ലുമൊക്കെ നാം യുദ്ധം കണ്ടവരാണ്. ചില ആളുകൾ പറയും 23 ഒക്ടോബർ 7-ാം തീയതി ഹമാസ് നടത്തിയ ഒരു ആക്രമണത്തിൻ്റെ പേരിലാണ് ഈ യുദ്ധമെന്ന് നമ്മുടെ ചില ആളുകൾ പോലും ചിലപ്പോഴെങ്കിലും ഫേസ്ബുക്ക് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ എഴുതി കാണാറുണ്ട്. നിങ്ങൾ ചരിത്രം പഠിക്കണമെന്ന് മാത്രമാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. കാരണം ഒരിക്കലും ഹമാസിനോട് മാത്രമായിരുന്നില്ല, അതിനു മുമ്പുള്ള സംഘടനകളോടും അന്നത്തെ ലോകത്തിന് മുമ്പിൽ, അറബ് രാഷ്ട്രങ്ങളുടെ മുമ്പിൽ അമേരിക്കയും ഇസ്രായേലും വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ നടത്തുന്നത് ഇസ്രായേലിൻ്റെ ഹമാസ് എന്ന ഭീകരവാദികളോടുള്ള ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടമാണ്. ഞങ്ങൾ നടത്തുന്നത് ഇസ്രായേലിനെതിരെ, ഫലസ്തീനെതിരെയുള്ള ഒരു പോരാട്ടമല്ല, ഹമാസ് എന്നുള്ള സംഘടനയോട് മാത്രമുള്ള തീവ്രവാദത്തിനുള്ള ഒരു പോരാട്ടമാണ്. പക്ഷേ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ അത് പാവപ്പെട്ട ഫലസ്തീൻ ജനങ്ങളോടുള്ള പോരാട്ടമായി മാറി. എവിടെ ചെന്ന് അവസാനിക്കുന്നു ചോദിച്ചാൽ, ബങ്കറിൽ ഒളിച്ചിരിക്കുന്ന വീടും കൂടും മസ്ജിദും ഒക്കെ നഷ്ടപ്പെട്ട്, അവരുടെ മുഴുവൻ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ തെരുവോരങ്ങളിൽ നടന്നു വീഴുമ്പോൾ മിസൈലുകളും ബോംബറുകളും വർഷിക്കുന്നത് കൊണ്ട് ബങ്കറുകൾ പോയി ഒളിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കൂട്ടത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്ന പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ പേരിൽ അവരുടെ മുമ്പിലേക്ക് ഭക്ഷണപ്പൊതി വലിച്ചെറിഞ്ഞുകൊണ്ട് കൂടി വരുന്ന പിഞ്ചു കുഞ്ഞു കൂട്ടങ്ങളിലേക്ക് ആയുധങ്ങൾ വർഷിച്ചുകൊണ്ട്, മിസൈലുകൾ വർഷിച്ചുകൊണ്ട് കൂട്ടത്തൊടുവിൽ ചെല്ലുന്ന, ആശുപത്രികൾ ആക്രമിക്കുന്ന ഏറ്റവും വലിയ നരഭോജിയായിട്ടുള്ള ഇസ്രായേലിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അതിനെതിരെയുള്ള ഒരു പോരാട്ടം ലോകത്തെമ്പാടും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം
4 അറബ് രാഷ്ട്രങ്ങളെയാണ് ഇസ്രായേൽ ആക്രമിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഖത്തറിനെതിരെയുള്ള ആക്രമണം നമ്മൾ കണ്ടു. ഇതിന്റെ പേരിലാണ് ഖത്തർ സമാധാന ചർച്ചയ്ക്ക് വേണ്ടി ഹമാസിന്റെ പ്രതിനിധികളെ ഖത്തറിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ ആ ഖത്തറിലെത്തിയ ഹമാസിന്റെ പ്രതിനിധികൾക്ക് നേരെ ഉണ്ടായ ആക്രമണം നാം കണ്ടു. അത് ഖത്തറിനെ ആകെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരാക്രമണം. അവിടെയും അമേരിക്ക പറഞ്ഞത് എന്താണ്? ഈ ആക്രമണത്തെ ഞങ്ങൾ അപലപിക്കുന്നു, പക്ഷേ ഹമാസിനെതിരെയുള്ള ഒരു പോരാട്ടം അത് അനിവാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ GCC രാഷ്ട്രങ്ങളെ സംരക്ഷിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക അത് ഫലസ്തീനിൽ മാത്രമല്ല മുഴുവൻ രാഷ്ട്രങ്ങളിലേക്കും കടന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. UAE, കുവൈറ്റും സൗദിയും ഒക്കെ അതിന് ശക്തിയായി അപലപിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്കറിയാം അതൊക്കെ ഒരു വാക്കുകളിൽ മാത്രം നിറഞ്ഞ ഒരു പ്രസ്താവനകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും നാളുകളിൽ ഇസ്രായേലിനെതിരെയുള്ള കടുത്ത ഒരു പോരാട്ടത്തിന് അറബ് രാഷ്ട്രങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഫലസ്തീനിൽ അലഞ്ഞു തിരിയുന്ന പാവപ്പെട്ട അഭയാർത്ഥികളെ പോലെ GCC രാഷ്ട്രങ്ങളിലെ നേതാക്കന്മാർ മാറുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്കെതിരെയുള്ള ഒരു സംഗമം, അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ ഒരു സമയം ഇവിടെ നമ്മൾ ചെലവഴിക്കുകയാണ്. നാളെ നാഥന്റെ മുമ്പിൽ ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥനകൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ സംബന്ധിക്കണം, പങ്കാളികളാകണം. നമുക്കറിയാം ഇസ്രായേലിലേക്ക് വിട്ടയച്ച ഫലസ്തീൻ വിട്ടയച്ച ബന്ദികൾ അവർ പറഞ്ഞെന്താണ് ലോകത്തിന്റെ മുമ്പിൽ? ഫലസ്തീൻ ഏറ്റവും നല്ല നിലയിലാണ് ഞങ്ങളോട് പെരുമാറിയത്, ഞങ്ങൾക്ക് അവർ ഭക്ഷണം തന്നു, മരുന്ന് തന്നു, ഞങ്ങളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറിയെന്ന് ഫലസ്തീനിൽ നിന്ന് വിട്ടയച്ച ഇസ്രായേലിന്റെ ബന്ദികൾ ലോകത്തോട് സംസാരിക്കുമ്പോൾ എവിടെയാണ് ഇസ്ലാം അനീതി കാണിച്ചിട്ടുള്ളത്? എവിടെയാണ് ഫലസ്തീനിലെ ഹമാസിന്റെ പോരാളികൾ അനീതി കാണിച്ചിട്ടുള്ളത്? ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു. കാരണം അവർക്ക് ഒരിക്കലും അനീതി കാണിക്കാൻ കഴിയില്ല. കാരണം പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് അവര് നീതി പഠിച്ചിട്ടുള്ളത്. ഹിജ്റയുടെ വേളയിൽ പരിശുദ്ധ മക്കയിൽ നിന്നും ആട്ടി ഓടിക്കപ്പെടുന്ന നിമിഷം, രാത്രിയുടെ ആ സമയത്ത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് യാത്രയാകുന്ന പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ യാത്ര പോവുകയാണ്, ഈ കിടികൾ ഇന്ന ആളുകളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് കിടികൾ ഏൽപ്പിക്കുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, ആർക്കാണ് തിരിച്ചു കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വീട് വളഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞിരിക്കുന്ന അബൂജഹലിന്റെയും ഉത്തുബത്തിന്റെയും ഷൈബത്തിന്റെയും കൂട്ടുകാർക്ക്, അവരുടെ പ്രിയപ്പെട്ട കുടുംബക്കാർക്കാണ് ഈ കിടികൾ നൽകേണ്ടതെന്ന് ഓരോരുത്തരുടെയും പേര് പരിശുദ്ധ പ്രവാചകൻ പറയുമ്പോൾ അലി താലിബ് റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, ഇവരോട് ഇത്ര നീതി കാണിക്കണോ? ഇവർക്ക് തിരിച്ചു കൊടുക്കണോ? തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളിൽ നിന്ന് പിടിച്ചു പറിച്ച സ്വത്തെങ്കിലും എടുത്തിട്ട് തിരിച്ചു കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അലിയെ മിണ്ടരുതെന്ന് പരിശുദ്ധ പ്രവാചകൻ സൂചിപ്പിച്ചുകൊണ്ട് ആ ഹിജ്റയുടെ വേളയിൽ സ്വന്തം വീടും നാടും വിട്ട് ഓടി ഒളിക്കുമ്പോൾ മദീനയിലേക്ക് പാലായനം ചെയ്യുമ്പോൾ അവിടെ പോലും നീതി ഉയർത്തിപ്പിടിച്ച മഹാനായ പ്രവാചകന്റെ ആ ഒരു മാതൃക പിൻപറ്റുന്ന ഈ ലോകത്തെ ഇസ്ലാമികൾക്ക് ഒരിക്കലും അനീതി വർഷിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്കറിയാം, ഒരിക്കലും ഈ രാജ്യത്ത് ഫലസ്തീനിന്റെ പേരിൽ, ഹമാസിന്റെ പേരിൽ അനീതിയില്ല എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാവരും നിശബ്ദരായിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സമയത്ത്, ഈ ഒരു സമയത്ത് മനസ്സുകൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട് അവരോടൊപ്പം ഐക്യപ്പെടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ പരിപാടി മസ്ജിദുൽ അമാൻ വിളിച്ചു ചേർത്ത ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാ വ്യക്തിത്വങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.